പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുനാഥൻ ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ചു. എല്ലാവരും ഒരുമിച്ച് കൂടുക, എൻ്റെ അടുത്ത് വരിക. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. അതെന്തായിരിക്കും? 14-ാം വാക്യത്തിലാണ്. 7-ാം അധ്യായം മാർക്കോസിന്റെ സുവിശേഷം 14-ാം വാക്യം. അടുത്ത് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. 15-ാം വാക്യം. പുറമേ നിന്നും ഉള്ളിലേക്ക് കടന്ന് ഒരുവനെയും അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. പുറമേ നിന്നും ഉള്ളിലേക്ക് കടന്ന് ഒരുവനെയും അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ജനക്കൂട്ടത്തിനിടയിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ കിടന്നുണ്ട് കള്ളു പിടിച്ചിട്ട് തെറിയുടെ പൂരം, അതൊരിക്കലും ആ വ്യക്തിനെ, കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിനെ അശുദ്ധനാക്കില്ല. കർത്താവ് പറയണം, ഒരിക്കലും അത് അശുദ്ധമാക്കാൻ കഴിയില്ല, ആവില്ലെന്നാണ് യേശുനാഥൻ പറയണത്. എന്നാൽ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളാണ് അവനെ അശുദ്ധനാക്കുന്നത്. തെറ്റിലേക്ക് വീഴിക്കുന്നതും സംസാരത്തിലൂടെയാണ്. ഉള്ളിൽ നിന്നുള്ള സംസാരം, ഉള്ളിൽ നിന്ന് വരുന്ന അഹങ്കാരമൊന്നും ഒരിക്കലും നമ്മൾ എടുക്കാനേ പാടില്ല. എത്ര വലിയ സമ്പത്തുണ്ടായാലും സൗന്ദര്യം ഉണ്ടെങ്കിലും ഒന്നും അഹങ്കരിക്കാനേ പാടില്ല. അഹങ്കരിച്ചാൽ ആ നിമിഷം സാത്താൻ നമ്മളെ ഉള്ളിൽ കയറും. യാതൊരു സംശയമില്ല, അഹങ്കാരം സാത്താനാണ്. അഹങ്കരിച്ചാണ് മാലാഖ, അല്ലേ, കാണാൻ പറ്റും നമുക്ക്, മാലാഖ തെറ്റിദ്ധരിച്ചോട് പോയി. അതുപോലെ അഹങ്കാരം ഒരു കാരണവശാലും ജീവിതത്തിൽ എടുക്കാനേ പാടില്ല. സൗന്ദര്യം കൂടുതലുണ്ട് എന്ന് കരുതി അഹങ്കരിക്കരുത്. ചിലരെ കാണാം, അല്ലെ, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അഹങ്കരിച്ച്, എന്താ പറയാ, അല്ലെ, അഹങ്കരിക്കുന്നത്. എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്? ഇന്ന് അഹങ്കാരം, നാളെ ജഡം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ചില ചെറുപ്പക്കാര്, ആൺപിള്ളേര് കാണാൻ പറ്റും, മുടിയൊക്കെ വളർത്തി കാതൊക്കെ കുത്തി പച്ച കുത്തിടണം. കയ്യിലും ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പച്ച കുത്തും. അത് വളരെ തെറ്റാണ്, അത് ചെയ്യരുത്. ആ പച്ച കുത്തലിലൂടെ പിശാച് ഒരിക്കലും അവനിൽ നിന്ന് പുറത്തു പോവില്ല. എല്ലാ മ്ലേച്ഛതയും അവന്റെ കയ്യിലുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, പച്ച കുത്തിയേക്കണ വ്യക്തി അഹങ്കാരിയായിരിക്കും. കാരണം അഹങ്കാരം പിശാചാണ്. അപ്പൊ അത് കയറി വരും. അച്ഛൻ പറയുന്നുണ്ട്, പച്ച കുത്തരുത് ശരീരത്തിൽ. കർത്താവിന്റെ ശരീരമാണ്, കർത്താവിന്റെ ആലയമാണ് നമ്മുടെ. അപ്പൊ അതിൽ കൊണ്ട് ഈ പച്ച കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റില്ല. അപ്പൊ കർത്താവ് തന്നെ പറയും. എന്താ കർത്താവ് പറയുന്നത് നോക്കിയേ? ഉള്ളിൽ നിന്നും പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. 16-ാം വാക്യം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് അല്പം ദേഷ്യത്തോടെയാണ് പറയുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയില്ലാത്ത മനുഷ്യർ വളരെ കുറവാണ്, കേൾവിയില്ലാത്തവരൊക്കെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ കേട്ടിട്ട് അത് നമ്മൾ തള്ളിക്കളയുമ്പോൾ
അവളുടെയൊക്കെ ചെവി അടഞ്ഞു പോയിട്ടുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ പറയുകയാണ് ഞാൻ, ചെവി അടഞ്ഞിരിക്കുന്നവന് മനസ്സിലാവില്ല കർത്താവിൻ്റെ വചനം. അത് പാറമേൽ വീണ വിത്ത് പോലെ ഇരിക്കും. എന്താ പാറമേൽ വീണ വിത്ത്? അത് മുളച്ചു, കാലത്തെ വേലുദിച്ചപ്പോ കരിഞ്ഞുപോയി. ഇതാണ് പച്ചകുത്തിയ ഒരു മനുഷ്യന്റെ ജീവിതം. ശരീരത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാച്ചു കളയാൻ ഇച്ചിരി പാടാന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. അതെങ്ങനെ കളയും? വെളുത്ത ശരീരത്തിൽ കൊണ്ടുപോയിട്ട് പച്ച കളറുള്ള പച്ച കുത്തി പല ഫോട്ടോകളൊക്കെ ഇങ്ങനെ വരച്ചു വയ്ക്കും ശരീരത്തിൽ. എന്തൊരു വൃത്തിയാണല്ലേ! ദൈവമായ കർത്താവ് തന്ന ശരീരത്തിൽ സ്റ്റൈലാണെന്ന് കരുതണേ. സ്റ്റൈലല്ല കേട്ടാ. അതിൻ്റെ കൂടെ നിനക്ക് ഒന്നാമത് കയറി വരുന്നത് വ്യഭിചാര ദുർബോധമാണ്, രണ്ടാമത് കയറി വരുന്നത് മദ്യം, മൂന്നാമത് കയറി വരുന്നത് അഹങ്കാരം. എങ്ങനെ നടക്കണ്ടേന്ന് തന്നെ അവന് തന്നെ അറിയാൻ പാടില്ല. നാളെ വരുത്ത ഞാൻ കാണുന്നതാണ്. പച്ചകുത്തിയൊക്കെയാണ്, നിക്കറിട്ടൊക്കെയാണ്, എന്നിട്ട് നിക്കറും ബനിയനും. എന്നിട്ട് ബൈക്കിൽ ഇച്ചിരി ചത്തിയാണ്. ബൈക്ക് പോണത് റാവ് പോലെയാണ്, റോട്ടിൽ കൂടെ പോണത്. അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും, കളിക്കാണ്. ഒരു വാഹനത്തിൻ്റെയും ഇരുന്നിട്ട് അഭ്യാസം കാണിക്കരുത്. ആ പോക്കവൻ പോയി, അവൻ വെട്ടിച്ചതാണ്. ദേ കിടക്കണം റോട്ടിൽ, കൈയും കാലൊക്കെ ഒടിഞ്ഞു. ഇനി അവന് ജന്മത്തിൽ ബൈക്ക് ഓടിക്കാൻ പറ്റും? എനിക്ക് തോന്നാറില്ല. അഹങ്കാരം കയറിയിട്ടുണ്ടെങ്കിൽ അവൻ തട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവനറിയാം, നിങ്ങൾ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ ഇട്ടിട്ട് കറക്കണ സമയത്ത് അതിലൂടെ അവൻ കയറി വരുന്നത് ഈ പിശാച്. കാരണം അവനെ അറിയില്ല നാളെ നീ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ നിന്റെ പ്രവൃത്തിയിലൂടെയാണ്, സംസാരത്തിലൂടെയാണ് അവനെ അശുദ്ധനാക്കണമെന്ന് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ദൈവമായ കർത്താവ് പറയണത്. ഹല്ലേലൂയ. 17-ാം വാക്യം, അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലേക്ക് പോയി. ഈ ഉപമകളെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. അപ്പൊ ശിഷ്യന്മാർക്കും ജ്ഞാനമില്ല. ഇതെല്ലാമാണല്ലേ യേശുനാഥൻ ശിഷ്യന്മാരുടെ അടുത്തൊക്കെ നിന്നുകൊണ്ട് ഇവർ പറയണതൊക്കെ നമ്മൾ അത് ക്യാച്ച് ചെയ്തത് അനുഗ്രഹിക്കത് ഉൾക്കൊള്ളണ്ടേ. അതിനുള്ള കഴിവും ആ ശിഷ്യന്മാർക്ക് അന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം ഗുരുവിനെ വിട്ട് എല്ലാം തള്ളിപ്പറഞ്ഞ് ഓടിപ്പിക്കളഞ്ഞത്. നമ്മളതെല്ലാം കണ്ടു കടന്നു പോയതാണ്. യേശുവേ നന്ദി, യേശു ആരാധന. അവൻ പറഞ്ഞു, ആര്? യേശുവാണ്. യേശു പറയണം, വിവേചന ശക്തി ഇല്ലാത്തവരാണോ നിങ്ങൾ? ശിഷ്യന്മാർ ചോദിച്ചു. എന്താണ് ശിഷ്യന്മാർ ചോദിച്ചത്? അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമകളെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. യേശുനാഥൻ അല്പം അവിടെ ചൂടായി. എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞു, നിങ്ങൾ വിവേചന ശക്തി ഇല്ലാത്തവരാണോ? പുറമേ നിന്നും മനുഷ്യനെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ല. യേശു പറയുന്നു, പുറത്തു നിന്നും എന്തെല്ലാം നീ കേട്ടാലും, കാണുന്നത് കേട്ടാലും, ചെവിയുടെ കേട്ടാലും, കാണുന്നത് വേറെയാണ്, കാണുന്നത് പറയുന്നില്ല ഇവിടെ, കേൾക്കുന്നത്, ചെവിയിലൂടെ കേൾക്കുന്നത് ഒരുവനെയും അശുദ്ധനാക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? യേശു ചോദിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കണ്ണിനെ പറ്റി അവിടെ പറയുന്നില്ല. അതാണ് പറയാത്തത്. കണ്ണ് ശരീരത്തിലെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിലോ അത് പൂർണ്ണ പാപക്കുഴിയിലേക്ക് നമ്മൾ പോയി ചാടും. അപ്പൊ കണ്ണിനെ പറ്റി ഇവിടെ പറയണില്ല. കാരണം കണ്ണ് നമ്മൾ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. ചെവി ഇവിടെ കേൾക്കണത് വലിയ കുഴപ്പമില്ല, കേൾക്കാം. കാണരുത്, തിരിച്ചറിയണം. കേൾക്കുന്നത് കൊണ്ട് അവൻ അശുദ്ധനാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവൻ അശുദ്ധനാകുന്നത്? അവൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഓരോ വാക്കാണ് അവനെ അശുദ്ധിയിലേക്ക് തള്ളിവിടുന്നത്. അതേസമയം കണ്ണുകൊണ്ട് കാണണമെങ്കിലോ അതിലും ഭയങ്കര ഗംഭീരമായ അശുദ്ധിയാണ്. ഈ ബ്ലൂ ഫിലിമൊക്കെ കാണാന്ന് പറഞ്ഞാൽ അല്ലേ,
സെക്സ്, സ്ത്രീകളെ അനാവശ്യമായിട്ടുള്ള നോട്ടം, അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നാണ് കർത്താവ് പറയുന്നത്. ഒരു സ്ത്രീനെ റോട്ടിക്കിടെ പോകുമ്പോൾ ഒരു പ്രാവശ്യം നോക്കി, രണ്ടാം പ്രാവശ്യവും നോക്കിക്കഴിഞ്ഞാൽ വ്യഭിചാര ദുർബോധം അവനിൽ കയറി അവളുമായി നീ ബന്ധപ്പെട്ടെന്ന് പറയണ കർത്താവ്. അപ്പൊ അത്ര വലിയ ഗൗരവമുള്ള പാപമാണ് കണ്ണുകളിലൂടെ കാണുന്നത്. ചെവിയുടെ കേൾക്കുന്നതിൽ അവനെ അശുദ്ധനാക്കാനെ തെറ്റിദ്ധരിക്കുന്നില്ല. 19-ാം വാക്യം. കാരണം അവൻ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല. കണ്ടാ, ചെവിയിലൂടെ കേൾക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലോ ഉദരത്തിലോ അത് പ്രവേശിക്കുന്നില്ല. പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണവും പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, അല്ലേ, എല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഉദരത്തിലേക്ക് പോയി നമ്മളെ ശക്തിപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു. അത് വേറെ. പക്ഷെ ഇവൻ വ്യക്തം പറയണത് നമ്മൾ വെറുതെ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവനെ ഒരിക്കലും അശുദ്ധനാകുന്നില്ല. യേശുവേ നന്ദി, യേശുവേ ആരാധന. 20-ാം വാക്യം. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഉള്ളിൽ നിന്നും, ഹൃദയത്തിൽ നിന്നും. നമ്മളുടെ സംസാരമാണ് അശുദ്ധനാക്കുന്നത്. ഒന്ന് ആലോചിച്ചേക്ക്, എല്ലില്ലാത്ത ഈ നാവിലൂടെ എന്തെല്ലാമായിരിക്കുമല്ലേ നമ്മൾ പറയണത്. ഞാനടക്കം പറയുന്നുണ്ടോ? പറയാൻ പറ്റില്ല. നമ്മൾക്ക് കൊതിക്കുന്ന ഹൃദയമാണ് ദൈവമായ കർത്താവ് നമ്മൾക്ക് എല്ലാവർക്കും തന്നാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകും. പിന്നെ ഒന്ന് തിളയ്ക്കുന്ന ചോരയാണ് നമ്മുടെ രക്തത്തിൽ, ശരീരത്തിൽ ഓടുന്നത്. അപ്പം നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് നമ്മൾ എടുത്തു ചാടും. പ്രത്യേകിച്ച് ഇത് ചെയ്യണത് ഭാര്യമാരുടെ അടുത്താണ്, ഭാര്യ ഭർത്താവിൻ്റെ അടുത്താണ്. അതെന്താണ് അങ്ങനെ വന്നത്? ചില ഭാര്യമാർക്ക് ഭർത്താവിനെ ഭയങ്കര വെറുപ്പാണ്. 10, 30, 40 വർഷം കഴിഞ്ഞാൽ പിന്നെ കാണണ തന്നെ ദേഷ്യം. എന്ന് ആലോചിച്ച് നോക്കി. അതേസമയം അതിൻ്റെ ഒരു 10 വയസ്സ് കൂടുതൽ അല്ലെങ്കിൽ 20 വയസ്സ് കൂടുതൽ, ഒരു 10-60 വയസ്സുള്ള അപ്പന അമ്മയെ അവരുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് സ്നേഹമായിരിക്കും, സ്വന്തം അപ്പനും അമ്മയോട്. ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവില്ല, വെറുപ്പിലും ദേഷ്യത്തിലും കഴിയും. അത് കയ്പാണ്. കണ്ടാ, അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒരു എഴുത്തും പിടുത്തം കിട്ടാനില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഭാര്യയ്ക്ക് ഭർത്താവിനോട് ദേഷ്യം വരാനുള്ള കാരണം എന്താണ്? ആവശ്യമില്ലാത്തത് കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ വെറുപ്പിന്റെ ദുരാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരും. യേശു പറഞ്ഞു, കേൾവിയിലൂടെ ഒരാളും അശുദ്ധി ആകുന്നില്ല. എന്നാ കാണുന്നതിലൂടെ വരും. അപ്പൊ ഈ ടി വിയിലൂടെയും മൊബൈലിലൂടെയൊക്കെ നമ്മൾ കാണാത്ത ചില അശ്ലീലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നമ്മുടെ സ്വഭാവം തന്നെ മാറിപ്പോകും. കാരണം ആ സ്പിരിറ്റ് കയറി അടിക്കുകയാണ് നമ്മളാണ്. അങ്ങനെ ഭർത്താവിനോട് ദേഷ്യം വരും, ചാടി നടക്കും അവരുടെ. അതുപോലെ തന്നെ ഭർത്താവും ഭാര്യയുടെ, അല്ലേ, പല വെളിസ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹമില്ല. എങ്ങനെയായാലും സ്നേഹം തണുത്തുപോയി. സ്നേഹം തണുത്തു പോയ വ്യക്തിക്ക് പിന്നെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? പിന്നെ എന്താണ് അങ്ങനെ ജീവിച്ചു പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കെട്ടിപ്പോയില്ലേ, കല്യാണം കഴിച്ച് ഭർത്താവായി സ്വീകരിച്ചു, ഭാര്യയായി സ്വീകരിച്ചു, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകണമെന്ന് മാത്രം. നാള് ഒരു വീട്ടമ്മ പറയണ, ഈ മക്കളെ ഓർത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് ഞാനായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ വിട്ടുപോയാനെ എന്ന് പറയണം. എവിടേക്കാ പോണേ?
അതറിയില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. അവന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകളുമാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഞാൻ ഓർക്കണ ഒരു കുടുംബം, 2 മക്കളുണ്ട്. ഒരു 10 വയസ്സും 8 വയസ്സൊക്കെ ഉള്ള, ഒരു 10-15 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള ഒരു മക്കളുടെ മകനും മകളും. അപ്പൊ അയാളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അവിടെ ഒരു ഡ്രൈവർ മെക്കാനിക്ക് വന്ന് എന്തോ വണ്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഇവരുമായിട്ട് ഒരു പ്രേമമായി. നോക്കിക്കൊള്ളണം. അങ്ങനെ അവൾക്ക് ഈ കുടുംബത്തിൽ ഇയാളുടെ കൂടെ താമസിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല, വെറുപ്പിലും ദേഷ്യത്തില്ല. അവള് പോയി ഇവന്റെ കൂടെ പൊയ്ക്കളഞ്ഞു. നടന്നൊരു സംഭവമാണ്. ഇവൻ കൊണ്ടുപോയി. ജോലി കഴിഞ്ഞ് ഭർത്താവ് 5 മണിക്ക് വീട്ടിൽ വന്നപ്പോ ഭാര്യയില്ല, മക്കൾ 2 പേരും ഇറയത്തിരിപ്പുണ്ട്. അമ്മ എന്തിയെന്ന് വെച്ചപ്പോ അവൾക്കറിയില്ല. അന്വേഷിച്ചപ്പോ മനസ്സിലായി അവള് പോയി. അവൻ നേരെ ബാംഗ്ലൂർ കൊണ്ടുപോയി. അവിടെ അവൻ റൂം എടുത്ത്, മെക്കാനിക്കാണല്ലോ, എവിടെയൊക്കെ പണിയെടുത്ത് ഒരു വീട്ടിലേക്കടുത്ത് താമസിച്ച് 2-3 മാസം കഴിഞ്ഞപ്പോ അവന് ഇവിടെ വേണ്ട, അവന് മതിയായി. അങ്ങനെ അവൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ വേറൊരു കൂട്ടുകാരന് വിറ്റ്, കുറച്ച് കാശിന് അവളെ വിൽക്കണം. നോക്കിയേ, അവൻ കൊണ്ടുപോയിട്ട് അവൻ ചെയ്യാത്ത പരിപാടികളില്ല, അവൻ ബിസിനസ് ആക്കിയത്. നോക്കിയേ, ആ സഹോദരന്റെ ജീവിതം കട്ട പുകയിക്കളഞ്ഞു. ഇങ്ങനെ സംഭവിക്കുന്നത്. നോക്കിയേ, പ്രേമത്തിന് കണ്ണില്ലല്ല. ആര് വിളിച്ചാലും അവനാ നല്ലത്, അതാ നല്ലത് പറഞ്ഞ് അങ്ങോട്ട് ഓടിപ്പോവും. അവസാനം നശിച്ചു പോയി. ബാക്കി ഞാൻ പറയണില്ല. യേശുവേ നന്ദി, യേശു ആരാധന. കർത്താവ് കൂട്ടി യോജിപ്പിച്ചത് മരണം വരെ ഒന്നിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സുവിശേഷം വായിക്കണം, ജപമാല ചൊല്ലണം. കുടുംബത്തിൽ ജപമാലയില്ല, പ്രാർത്ഥനയില്ല എന്നൊക്കെ പറഞ്ഞ് ഉപസാരമില്ലാതെ മൃഗത്തെ പോലെയുള്ള ജീവിതമാണെന്നുണ്ടെങ്കിൽ അവനായാലും കൊള്ളാം, അവളായാലും കൊള്ളാം, അത് പോയി അനുഭവിച്ചിട്ടേ അത് തിരിച്ചു വരുള്ളൂ. എവിടെ പോകാനാണ്? സ്വന്തം ഭർത്താവ് കൂടി യോജിപ്പിച്ച ഭാര്യ ഭർത്താവിനെ വിട്ടിട്ട് പോയാൽ അതിന്റെ പിന്നിൽ കയറി അടിക്കുന്ന അടി സാത്താൻ, വ്യഭിചാര ദുർഭൂതം നശിപ്പിച്ചു കളയും. നശിപ്പിച്ച് വെണ്ണീര് കുളാക്കി കളയും. മദ്യം കുടിക്കണമെങ്കിൽ പറയാൻ വേണ്ട. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത. എന്നിട്ട് യേശു പറയണമെങ്കിൽ, 1 ദുഷ്ചിന്ത, പല പല ചിന്തകൾ. ഈ സീരിയല് സിനിമയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കയറി വരും. അങ്ങനെ എനിക്കും അങ്ങനെ ഒന്ന് പോയാലോ, അല്ലെ ഇവിടെ പുരുഷനാണെങ്കിൽ ഇവിടെ ഒന്ന് കിട്ടിയാലോ, അവളാണെങ്കിൽ അവനെ പോലെ നമ്മൾ വേറെ ആരെങ്കിലും നോക്കി പോയാലോ, ഇങ്ങനെയുള്ള ചിന്തകൾ കയറി വരും. സീരിയലും സിനിമയും ഒക്കെ കണ്ടിട്ട് കിട്ടിയ ഗുണമാണ്. കണ്ട, എന്താ കിട്ടണത്? ഇവരെ എനിക്ക് വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും നോക്കി പോകാം. ആ ചിന്ത, ആ വഴി, വേറെ വഴി കർത്താവ് പറയുന്നത് ദുശ്ചിന്ത, ദുഷ്ടത നിറഞ്ഞ ചിന്തയാണ് അവനത്. അത് അങ്ങോട്ട് വഴി നടത്തുകയും ചെയ്യും, യാതൊരു സംശയമില്ല. മോഷണം, ഇങ്ങനെ ഒളിച്ചോടിപ്പോയി, ജോലിയില്ല, പണിയില്ല, ഭക്ഷണവും ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? മോഷണം. പിന്നെ മോഷണം കണ്ട് അവിടെ കയറി മോട്ടിക്കാണ്. ഉടനെ എന്ത് ചെയ്യും? അടുത്ത് പറയണ് കൊലപാതകം. പിന്നെ അതൊരു കൊലപാതകമായി. അങ്ങനെയാണ് ഈ ചില കേസുകൾക്ക് ഇങ്ങനെ നടക്കുന്നത്, അല്ലേ? 22-ാം വാക്യം പിന്നെ പറയണ് വ്യഭിചാരം. ഈ സീരിയല് സിനിമയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ, വേണ്ടാത്ത വെട്ടും കുത്തും കൊലയും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമ്മുടെ ഹൃദയത്തിൽ കയറും. ആര്? വ്യഭിചാര ദുർഭൂതം.
ദുരാഗ്രഹം, വിചാര ദുർബോധം അകത്ത് കയറിയാൽ ദുരാഗ്രഹങ്ങൾ ഉണ്ടാവും. എന്ത്, ഇപ്പൊ ഇവനൊരു പാവപ്പെട്ട, അവനും പാവപ്പെട്ട കുടുംബമാണ്. അപ്പൊ അപ്പുറത്തെ കുടുംബം അവൻ നല്ല കുടുംബം, നല്ല വീട്, നല്ല വണ്ടി, കണ്ട ദുരാഗ്രഹമാണ്. അത് കയറി എന്നാൽ അവനെ കിട്ടിയാൽ കൊള്ളാന്നുള്ള ചിന്ത, അല്ലെങ്കിൽ അവളെ കിട്ടിയാൽ കൊള്ളാന്നുള്ള ചിന്ത, അങ്ങോട്ട് പോവും. ദുഷ്ടത കണ്ട, എന്നിട്ട് അതോടുകൂടി ദുഷ്ടത കയറി വരും. വഞ്ചന, ഭർത്താവിനെ വഞ്ചിക്കുക, ഭാര്യയെ വഞ്ചിക്കുക, ഭർത്താവ് അല്ലേ, അറിയില്ല, ഇത് വലിയ തെറ്റുകളാണ് ചെയ്യണത്. പക്ഷെ ഇതൊക്കെ ചെയ്യാതെ നമ്മൾ നല്ല ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം ഉണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മയുടെ ജപമാല കുടുംബത്തിൽ മുടങ്ങാതെ ഉണ്ടെങ്കിൽ മാത്രമേ അവന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഭൂസുതി, അസൂയ, പിന്നെ അസൂയേ, അതാ ഏറ്റവും വലിയ അപകടം. അസൂയ. അവൻ്റെ വീട് വലിയ വീട്, എൻ്റെ വീട് ചെറിയ വീട്, അവൻ പണിയുമ്പോൾ ഇവനേക്കാളും വലിയ വീട് പണിയും. അവന് നല്ലൊരു കാറ്, അതിനേക്കാളും നല്ല കാറ് ഞാൻ മേടിക്കും. ഇതൊക്കെ അസൂയ വരുമ്പോൾ കാരണമാണ്. ദൂഷണം, അഹങ്കാരം, അസൂയ, ദൂഷണം, അഹങ്കാരം. അഹങ്കാരമാണ് ഏറ്റവും വലിയ തെറ്റ്. അഹങ്കാരം അങ്ങ് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ നടക്കുന്നതൊക്കെ 4 കാലിലായിരിക്കും. അവന് തന്നെ അറിയില്ല എന്താണെന്ന്. ചാടി ചാടി. മൂഢത എന്നിവ പുറപ്പെടുന്നതും ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്നും വരുന്നു. ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വന്ന് നമ്മളെ അശുദ്ധനാക്കുകയാണ്, പാവക്കുഴിയിലേക്ക് വീഴ്ത്തുകയാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇതൊക്കെ നമ്മൾ ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കുളത്തിൽ അല്ലെങ്കിൽ ഒരു കിണറ്റിൽ പൂച്ച വീണ പോലെ പോകും. നീന്തി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അതിൽ കിടന്ന് നീന്തും. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. 24-ാം വാക്യം. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ടയേറിയിലേക്ക് പോയി. വേറൊരു സ്ഥലത്തേക്ക് യേശുനാഥൻ പോവുകയാണ്. അവിടെ ഒരു വീട്ടിൽ അവൻ പ്രവേശിച്ചു. യേശുനാഥൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതം പല പല വീടുകളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് അങ്ങനെയായിരുന്നു. അങ്ങനത്തെ ഒരു കുടുംബമാണ് ലാസറിൻ്റെ കുടുംബം. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമാണ് ലാസറിൻ്റെ കുടുംബം, മാർത്ത മറിയ. അവിടെ ചെന്നാൽ യേശുവിനെ ഫുഡ് കഴിക്കാം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ആ വീട്ടിൽ പ്രവേശിച്ചു. യേശു പറഞ്ഞു, എന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം യേശുനാഥൻ്റെ ജീവിതം ഏതാണ്ട് യഹൂദന്മാർക്ക് ഏൽപ്പിക്കേണ്ട സമയമായപ്പോൾ യേശുനാഥൻ ഒളിച്ചൊക്കെയാണ് ജീവിച്ചിരുന്നത് അവസാനം, ആരുടെ മുമ്പിലൊന്നും വരാണ്ട്. അപ്പോൾ യേശുനാഥൻ ഒരുപാട് ആഗ്രഹിച്ചു, ആരും എന്നെ കാണരുത് എന്നൊക്കെ. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ആ വീട്ടിൽ മറഞ്ഞിരിക്കുകയാണ്, പക്ഷെ അവൻ കഴിഞ്ഞില്ല. കാരണം ഒരു സ്ത്രീ അവനെ കുറിച്ച് കേട്ടു, അവിടെ എത്തി. ഒരു സ്ത്രീ അവനെ കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബന്ധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാവ്, ദുഷ്ടപിശാച് ആ കുഞ്ഞിൻ്റെ മേത്ത് കയറി നശിപ്പിക്കുകയാണ്. അങ്ങനെ ആ അമ്മ യേശുവിനെ കാണാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു.
ഓടി വന്നിട്ട് യേശുനാനെ കണ്ട ഉടനെ അവൻ്റെ കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാണും അല്ലേ. എൻ്റെ മകളെ ഒരു ദുഷ്ട പിശാശ് പീഡിപ്പിക്കുന്നത്, രക്ഷിക്കണേ, മോചിക്കണേ, മോചിപ്പിക്കണമേ എന്ന് കർത്താവിനോട് കരഞ്ഞപേക്ഷിക്കണം, ഒരു മോചനം തരണമേ എന്ന്. കാൽക്കൽ വീണ് അവൾ സീറോ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്ക് കാരിയായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇപ്പോൾ പരിശുദ്ധമേ, യേശുവിൻ്റെ അമ്മേ, യേശുനാഥൻ്റെ ജീവൻ്റെ വചനം കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെയും ആത്മാവിനെയും തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.